8 മക്കളുള്ള ഒരു ഉമ്മാന്റെ കാര്യം തീരുമാനിക്കാൻ പള്ളി കമ്മിറ്റി. മരിച്ച വീട്ടിൽ താറപ്പായന്റെ ചുവട്ടിലിരുന്നിട്ട് മരിച്ചോന്റെ കബറെങ്ങനെ എന്ന് ചിന്തിക്കാനല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും താല്പര്യം. ജീവിതം കുടുംബം കൊണ്ടടക്കാൻ വേണ്ടി ജീവന് തുല്യം കുടുംബത്തെ സ്നേഹിച്ചത് ഒരു കഴുതയെ പോലെ ഭാരം വഹിക്കുന്ന കെട്ടിയോനെ മറന്ന് കൊട്ടേഷൻ കൊടുത്ത് അവിഹിതം ഉണ്ടാക്കുന്ന ഭാര്യമാര് മറുഭാഗത്ത്. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സെക്കൻഡിൽ ഖത്തർ എന്ന മഹാരാജ്യം ലോകത്താകമാനം വിശദീകരിച്ചൊരു വചനം, യാ അയ്യുഹന്നാസ്. കാരണവരും പെങ്ങളും ഒക്കെ വിളിച്ച റിമ്മ എന്നെങ്ങനെ ചോദിക്കുന്നുണ്ട്, എനിക്ക് എപ്പോഴാ ഒന്ന് പറ്റെങ്കിൽ വന്നു കയറി പോണട്ടോ, ഞാൻ വല്യമ്മനെ അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് കാണണേന്ന്. അവസാനം മരിച്ച ഉമ്മാന്റെ മയ്യത്തിന്റെ മുഖത്തോക്കിട്ടോ പറയാ, ഉമ്മ ഞാൻ കാണാൻ പൂതി അറിഞ്ഞിരുന്നു. ആരെ കാണിക്കാനാ കരച്ചില്? നമുക്കാരെങ്കിലും ഒക്കെ കൂടെ ഉള്ളതാണ്ടാ നമ്മളെ ധൈര്യം. ഒരൊറ്റപ്പെട്ടു നോക്കണം, വാപ്പയമ്മ ഇല്ലാണ്ടായി നോക്കണം, ഒരേട്ടനും അനിയനും ഇല്ലാണ്ടായി നോക്കണം. നമ്മൾ ഒറ്റപ്പെട്ടതുപോലെ നമുക്ക് മനസ്സ് ഫീലിംഗ് ആക്കാൻ തുടങ്ങും. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ടത് നിങ്ങളുടെ മാതാപിതാക്കളെ ആവണം. ഞാൻ ഈ കുടുംബത്തിലൊക്കെ കൗൺസിലിങ്ങിന്റെ മധ്യസ്ഥം പറയുമ്പോൾ ചില പെൺകുട്ടികൾ അറിയും, ഞാൻ പോലും ഉസ്താദേ, എന്താ എനിക്ക് മൂപ്പരെ വേണ്ടെങ്കിലും അയാളെ വാപ്പനെയും എനിക്ക് മറക്കാനാവൂല. ചില മക്കളുണ്ട് ഉള്ളത് നനഞ്ഞടം കുഴിച്ചിട്ട് ഉമ്മാനോട് വസൂലാക്കാനും വാപ്പാനോട് വസൂലാക്കാനും പോരുന്നവരും. ഒരാൾക്ക് ആദ്യത്തത് പെണ്ണാവുകയും 3 പെണ്ണ് കിട്ടുകയും ചെയ്താൽ അവർ അള്ളാന്റെ സ്വർഗത്തിലേക്ക് സ്ഥാനം ഉറപ്പിച്ചു എന്നാ ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത്രയും ആളുടെ അടുത്തിലേക്കൊന്നും കൊടുക്കണ്ടട്ടോ. നമ്മളെ കുട്ടിക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്താ? അരമുതൽ തായോട്ട് കീറുന്ന ചുരിദാറ്, ഇടക്കിടക്ക് സിനിമ, നാട്ടിലുള്ള തുള്ളല്, എല്ലാ ഗാനമേളയിലും പോകണം. ഈഗോയും പത്രാസും പവറും കാണിച്ചിട്ട് നാട്ടിൽ മുഴുവനും മക്കളെ കുറ്റവും പറഞ്ഞു നടന്ന് അവസാനം മൂലക്കായി എന്ന് തോന്നുമ്പം പിന്നെ എനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് വാശി പിടിക്കുന്ന മാതാക്കളല്ല അല്ല പറഞ്ഞ വലിയ മാതാപിതാക്കള്. ഇസ്ലാം ഉണ്ടാക്കാനും ദീൻ ഉണ്ടാക്കാനും പരക്കം പായും. വാപ്പനെയും ഇമ്മനെയും നോക്കാൻ നേരം കിട്ടൂല. നാട്ടില് പേരുണ്ടാകും, പക്ഷെ മരിച്ചു കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവില്ല. ഇനി കൊടിയത്തൂരോ നന്മണ്ടയോ എന്നെക്കാളും 10 വയസ്സിന്റെ മൂപ്പുള്ള ഒരു താത്താനെ 4 ദിവസം ചെന്ന് നോക്കിയാൽ മതി. 5-ാമത്തെ ദിവസം എനിക്ക് പേര് വേറെ വെക്കും, വേലിയാട്ടക്കാരൻ. പക്ഷെ ഇന്നില്ല, നാട്ടിലുള്ള മുഴുവൻ പെണ്ണുങ്ങളോടും നല്ല സ്വഭാവം കാണിക്കും. സ്വന്തം പെണ്ണിനോടൊരു തമാശ അറിഞ്ഞിട്ടുണ്ടാവില്ല. ആഴ്ചയിൽ 30 മാസത്തിൽ 30 ദിവസം വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണിന്റെ മോഹ പിയാപ്പിളന്റെ ഒപ്പം ഒരു ദിവസമെങ്കിലും പുറത്തിറങ്ങി പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നു പോരണം എന്ന്. ഒരായുസ് മുഴുവൻ കുടുംബം നോക്കാൻ വേണ്ടി വെപ്രാളപ്പെടുന്ന ഒരാണ്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ആണുങ്ങളുടെ സങ്കടങ്ങൾ? അന്ന് ഖൈബറിലെ ജൂതപ്പെണ്ണ് തന്ന വിഷമാംസത്തിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട് ആയിഷ. ഇന്നലിൽ മൗത്തി സക്കറാത്ത്, മരണം അതിവിടെ എവിടെയോ എത്തിയിട്ടുണ്ട് ആയിഷ, അതിനെ കൊണ്ടുപോകും. നല്ല പെണ്ണെന്നാൽ കെട്ടിയോന്റെ മനസ്സറിഞ്ഞു കൂടെ നിന്ന് സ്നേഹിക്കുന്നോളാ, ഓന്റെ സങ്കടം അറിയുന്നോളാ. നിങ്ങളെങ്ങാനും സ്ഥലം വിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ അയൽപ്പക്കക്കാരനോടാവണം. അയൽവാസിയുടെ സ്ഥലത്തേക്ക് കാറ്റ് പോകുമെങ്കിൽ ആ കാറ്റ് തടയുന്ന മതിലുണ്ടെങ്കിൽ ആ മതിൽ നിങ്ങൾ പൊളിച്ചു കളയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും നമ്മുടെയൊക്കെ പരലോക ജീവിതത്തിൽ ഏറെ നന്മകൾക്ക് കാരണമാവുകയും ചെയ്യുന്ന അറിവിൻ്റെ സമാധാനത്തിൻ്റെ ഒരു സദസ്സിലാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയത്. ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഇത് കാണിച്ചാരെയെങ്കിലും ഭയപ്പെടുത്താനോ അംഗബലവും സംഘബലവും കാണിച്ച് അഹങ്കരിക്കാനോ അല്ല ഇത്തരത്തിലുള്ള ഏത് പരിപാടികളും കുടുംബങ്ങൾ, അയൽപ്പക്ക കൂട്ടങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഈ ലോകം വിട്ടു പോയേ മതിയാകൂ. ആ തിരിച്ചുള്ള യാത്ര മനസ്സമാധാനത്തോടെയാവണം. അള്ളാഹുവിൻ്റെ ഹശർ എന്ന മഹിഷറാ ലോകത്ത് അപമാനിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു പോകരുത്. റബ്ബിന്റെ സ്വർഗത്തിലേക്ക് അമ്പിയാക്കളോടൊപ്പം സിറാത്ത് പാലം കടന്ന് പ്രവേശിക്കണം എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് ഇതുപോലെയുള്ള ഏത് പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതും കേൾക്കുന്നതും. കാരണം ജനിച്ചു എന്ന കാരണം കൊണ്ട് ഇനി മരിച്ചേ മതിയാകൂ. നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഒരിക്കലും നമ്മളെ മരണത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന പര്യാപ്തമായ ഒന്നല്ല. കാരണം ലോകം എത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും 1000 സ്വപ്നങ്ങളുമായി ജീവിക്കുന്നവരാണെങ്കിലും
അള്ളാഹു നിശ്ചയിച്ച മരണം, അതിനെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ഒരു കണ്ടുപിടുത്തമോ ഒരു പണബലമോ എന്റെയും നിങ്ങളുടെയും കയ്യിലില്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇക്കഴിഞ്ഞ പല ദിവസത്തിലും നമ്മൾ കേട്ട പല മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജീവിതത്തിലെ ഏറ്റവും സന്തോഷത്തിന്റെ സുദിനം, നേരം വെളുത്ത് ഒരു ഭർത്താവിന്റെ ചെറുപ്പക്കാരന്റെ മണവാട്ടിയാവാൻ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി മണിക്കൂറുകൾക്കപ്പുറം പിന്നീട് കാണുന്നത് ആ മണവാട്ടിയുടെ വേഷത്തിൽ ആശുപത്രിയിൽ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള യാത്ര ആരംഭിച്ചൊരു മയ്യത്തായിട്ടാണ്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വാർത്തയും നമ്മൾ കേട്ടു. 3.5 കൊല്ലം പ്രവാസ ലോകത്ത് ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് തിരിച്ചു വരാൻ നേരത്ത് നാട്ടിലുള്ള വാപ്പാക്കും ഉമ്മാക്കും ഭാര്യക്കും തൻ്റെ മക്കൾക്കും കത്തെഴുതിയിട്ട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും എന്നെ കൂട്ടാൻ വേണ്ടി വരണം. 3.5 കൊല്ലത്തെ വിരഹം നെഞ്ചിലൊളിപ്പിച്ച ഭാര്യ, 4 വയസ്സുള്ള മൂത്ത മകൻ, അതല്ലെങ്കിൽ തൻ്റെ ആൺകുട്ടി, പിന്നീട് ജനിച്ച തൻ്റെ മറ്റൊരു മകൻ, വൃദ്ധനായ വാപ്പ, ഉമ്മ, എല്ലാവരും കൂടി പുലർച്ചെ 4 മണിക്ക് തന്നെ കരിപ്പൂർ എയർപോർട്ടിലെത്തി. വിമാനം ലാൻഡ് ചെയ്തപ്പം എല്ലാവരും പെട്ടെന്ന് എഴുന്നേൽക്കുന്നത് കണ്ട് ആ ചെറുപ്പക്കാരനും അടുത്തുള്ള ചെറുപ്പക്കാരനോട് ചോദിച്ചു, നമ്മൾ കരിപ്പൂർ എത്തിയില്ലേ? ആ എത്തി, അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ആ ചെറുപ്പക്കാരൻ പിന്നിലേക്ക് ചാരിക്കടന്നു. ആ വിമാനത്തിലുള്ള 164 യാത്രക്കാരും പുറത്തേക്കായി. എന്നിട്ടും ഈ ചെറുപ്പക്കാരൻ ആ സീറ്റിൽ തന്നെ ചാരിക്കടക്കുന്നു. ആ ചെറുപ്പക്കാരനെ തട്ടിയുണർത്താൻ വന്ന ആ ഫ്ലൈറ്റിലുള്ള ജോലിക്കാർ പിന്നീട് പറയുന്നതും ചെയ്യുന്നതും വെപ്രാളത്തിലാണ്. ഇതൊന്നും അറിയാതെ പുറത്ത് കാത്തിരിക്കുന്ന വാപ്പാന്റെയും ഭാര്യയുടെയും മുൻപിലേക്കൊരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്നു. അത് പിൻഭാഗം അതിൻ്റെ ഉള്ളിലേക്ക് പെട്ടെന്ന് ആരെയോ ഒരു സ്ട്രെച്ചറിൽ കിടത്തിയ ആംബുലൻസിൽ കയറി സൈറൺ മുടക്കി പരക്കം പായുമ്പോൾ പോലും ആ പുറത്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വിരഹത്തിന്റെ സങ്കടം അനുഭവിക്കുന്ന ആ പെണ്ണിന് അറിയില്ല ആ ആംബുലൻസിലുള്ളത് എന്റെ പ്രിയതമനാണെന്ന്. ആ വാപ്പക്കറിയില്ല എന്റെ മകന്റെ അവസാനത്തെ പെടച്ചിലോടെ ആ ആംബുലൻസ് ചീറിപ്പായുന്നതെന്ന്. മിനിറ്റുകൾ കഴിഞ്ഞിട്ടും മകനെ കാണാതായപ്പം പിന്നീട് വിവരമറിഞ്ഞ ചില ആളുകളും കുടുംബക്കാരും ആ കുടുംബത്തെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോയി. പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനെ പിന്നീട് കൊണ്ടോട്ടി ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുന്നത് തലഭാഗം പുതച്ചിരിക്കുന്ന ഒരു വെള്ള തുണിയോടുകൂടിയ. 3.5 കൊല്ലത്തെ സങ്കടം നെഞ്ചിൽ ഒതുക്കി ആ കുടുംബം കാത്തിരിക്കുമ്പം വീട്ടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവച്ച മകന്റെ മയ്യത്തിന്റെ മുൻപിൽ എങ്ങനെ കരയണമെന്ന് പോലും അറിയാതൊരു വാപ്പയും ഉമ്മയും, കരഞ്ഞിട്ടും കരഞ്ഞിട്ടും കണ്ണുനീര് തോരാത്തൊരു ഭാര്യയും ഇന്നും ഈ ലോകത്തുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മരണം അത്ര അടുത്തെന്നെയും നിങ്ങളെയും കാത്തിരിക്കുന്നുണ്ട്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെപ്പറ്റി? എപ്പോഴെങ്കിലും ഒരു 10 മിനിറ്റ് ഇരുന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പലപ്പോഴും ഉമ്മത്തിനോട് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളെപ്പോഴും നിങ്ങളുടെ മരണത്തെപ്പറ്റി ചിന്തിക്കണം. ഈ കാണുന്ന നശ്വരമായ ലോകത്ത് പടച്ച റബ്ബ് നിശ്ചയിച്ച 10, 60, 70 കൊല്ലം അത്രേ ഉള്ളൂ. ഞാൻ വന്നപ്പം ഈ ലോകത്തുള്ള പലതും ഇന്നും ഈ ലോകത്തുണ്ട്, ഒരുപക്ഷെ നാളെ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഞാൻ വസിക്കുന്ന പറമ്പ് മുൻകാലഘട്ടത്തിൽ ഏതോ ഒരുത്തൻ്റെതാ നാളെ എന്റേതായിക്കൊള്ളണമെന്നില്ല. ഉമ്മാരെ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ, ആഭരണങ്ങൾ ഇന്നലെ മറ്റാരുടെയോ കഴുത്തിൽ കടന്നത് ഉമ്മ മരിച്ചപ്പം ആ ഉമ്മാന്റെ ആഭരണം ഊരി മുക്കത്തെ ഏതെങ്കിലും ജ്വല്ലറിയിൽ കൊണ്ടു കൊടുത്ത് ആ ജ്വല്ലറിക്കാരൻ അതൊന്ന് തീയിലിട്ട് വിളക്കി മാറ്റി പുതിയ ഡിസൈനിൽ നിങ്ങൾക്ക് തന്നു എന്നുള്ളതല്ലാതെ ഒരു കാത്തരി മണ്ണോ കാത്തരി പൊന്നോ ഈ ദുനിയാവെന്ന് ഒരാൾക്കും ഇക്കാലം വരെ കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. ആ മരണം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുമ്പം നമ്മളെ കയ്യിൽ തിരിച്ചുള്ള യാത്രക്ക് എന്തുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന തിരക്കും നമ്മളെ മരണത്തെ പറ്റി ഒന്ന് ആലോചിച്ചു നോക്കൂ.
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 20 രാജ്യങ്ങളെ ഏകോപിപ്പിച്ച് ഭരിക്കുന്ന അൾട്ടിമേറ്റ് ഹീറോ. ഇന്ത്യക്കൊരു രാജാധികാരം കിട്ടുമായിരുന്നെങ്കിൽ ഉമറിനെ പോലെയുള്ള ഒരു ഭരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് ലോകത്ത് പഠിപ്പിച്ച ഗാന്ധിജി സർട്ടിഫിക്കറ്റ് കൊടുത്ത അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണത്തിന്റെ തൊട്ടു മുൻപ് മദീനത്ത് പള്ളിയിലിരുന്ന് കരയുന്ന ഒരു രംഗമുണ്ട്. മുഴുവൻ സഹാബാക്കളും ഉമറിന്റെ കരച്ചിൽ കണ്ട് പിൻഭാഗത്ത് കൂടി നിന്നു. കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേരെ ചെന്ന് ചോദിക്കാൻ അവർക്ക് പലർക്കും പേടിയാ. കരയുന്ന ഉമർ റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്ന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, സഹാബത്തെ, എനിക്ക് പേടി തോന്നുന്നു. സഹാബാക്കൾ ചോദിച്ച്, എന്തിന് ഉമർ? നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം അല്ല എനിക്ക് തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു സഹാബത്തെ. അത് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ ആ സമുദായത്തോട് പറഞ്ഞൊരു വാക്കുണ്ട്, അയ്യുഹന്നാസ്, ജനങ്ങളെ, അക്സിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, സർവ്വ ആസ്വാദനങ്ങളും മുറിച്ചു കളയുന്ന മരണം അത് നിങ്ങൾ ഇടയ്ക്കിടക്കൊന്ന് ഓർക്കണം. നിങ്ങളൊന്ന് ചിന്തിക്കണം സ്വന്തം മരണത്തെപ്പറ്റി. ഈ കാണുന്ന തിരക്കും വെപ്രാളവും എല്ലാം ഉപേക്ഷിച്ച് നീണ്ടു നിവർന്ന് കിടക്കുന്ന നമ്മളുടെ മരണം എന്ന യാഥാർത്ഥ്യം. അല്ലാഹു പറഞ്ഞയച്ച മലക്കുൽ മൗത്ത് നമ്മളെ ആത്മാവിനെയും പിടിച്ച് തിരിച്ചു പോകുമ്പം ആ ആത്മാവിനെ പിന്തുടരുന്ന നമ്മളെ കണ്ണുകൾ പിന്നോട്ട് മറയും. ആ മറയുന്ന കണ്ണുകൾ കാണുന്നവർക്ക് ഭയമുണ്ടാക്കും. ഈ കാണുന്ന മുഖത്തിന്റെ പവറ്, ആ കണ്ണിന്റെ നടുവിൽ, വെളുപ്പിന്റെ നടുവിൽ ആ വൃത്താഗതിയിൽ കാണുന്ന കൃഷ്ണമണിയുടെ ഭംഗിയ. ആ കൃഷ്ണമണി ഒരല്പം ചെറുതായി പോയാൽ, ഒരു വെളുത്ത കണ്ണിന്റെ ഉള്ളിൽ കറുത്ത പുള്ളി മാത്രമാണെങ്കിൽ നമ്മളെ മുഖം വിരൂപമാകും. മറ്റൊരാൾക്ക് നോക്കാൻ പേടി തോന്നും. ഇനി ആ കറുത്ത പുള്ളി ഇല്ലാതെ വെറും വെളുപ്പാണെങ്കിലോ ഒരിക്കൽ നോക്കുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കൽ പോലും ആ മുഖത്തേക്ക് നോക്കാൻ തോന്നൂല. പക്ഷേ ഇത്രയും ഭംഗിയിൽ പടച്ച റബ്ബ് സൃഷ്ടിച്ച ആ കണ്ണുകൾ അള്ളാഹുവിന്റെ മലക്കുകളെയും ആത്മാവിനെയും പിന്തുടരുമ്പം പിന്നോട്ട് മറഞ്ഞു പോകും. ആ സമയത്ത് അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തി, അടുത്തുള്ളവർ വേഗം മരിച്ചവന്റെ കണ്ണടച്ചു കളയണം, കാണുന്നവർക്ക് ഭയമുണ്ടാകാതിരിക്കാൻ. നമ്മളെ കണ്ണടച്ചവർ പിന്നീട് ശ്രദ്ധിക്കുന്നത് നമ്മളെ വാ തുറന്നു കിടക്കുന്നുണ്ടോന്നാ. ഒട്ടിപ്പിടിച്ച നാവും വറ്റിപ്പോയ ചുണ്ടും ഉണങ്ങിപ്പോയ മുഖവും കാണുന്നവർക്ക് ഭയമുണ്ടാക്കാതിരിക്കാൻ വേഗം ഒരു ശീലക്കഷണം കൊണ്ട് നമ്മളെ താടിയെല്ലു കൂട്ടിക്കെട്ടും. തണുത്തുറഞ്ഞു പോകുന്ന കാലിന്റെ തള്ളവിരലുകളും തുടയും 3 കഫം പടവകൾക്കുള്ളിലേക്ക് കിട്ടാതായി പോകുമോ എന്ന വെപ്രാളം കൊണ്ട് ആദ്യമേ 2 തള്ളവിരലുകൾ പിടിച്ച് കെട്ടിയിടും. ശേഷം ആ വീട്ടിനോ സിറ്റ് ഔട്ടിലോ ഡൈനിങ് ഹാളിലോ കിട്ടാവുന്നൊരു ചെറിയ കട്ടിലിൽ എന്നെയും നിങ്ങളെയും കിടത്തും. ഞാൻ മോഹിച്ചു വാങ്ങിയ 5 അടി തേക്കിന്റെ കട്ടിൽ എന്റെ ബെഡ്റൂമിലുണ്ടെങ്കിലും, ഞാൻ എന്റെ ഭാര്യന്റെ കൂടെ ആസ്വദിച്ച് കിടന്ന വീട്ടിയുടെ തേക്കിന്റെ കട്ടിൽ എന്റെ റൂമിലുണ്ടെങ്കിലും, ലോകത്തൊരു ബെഡ്റൂമിൽ നിന്നും ആ ഭാരിച്ച 5ഉം 6 അടിയുമുള്ള കട്ടിൽ വലിച്ചോണ്ട് വരൂല. വല്യപ്പയുള്ള കാലഘട്ടത്തിൽ കാരണവന്മാർ ഉപയോഗിച്ചുപേക്ഷിച്ച് ഇപ്പോഴും ഏതോ വറകുപുരയിൽ കിടക്കുന്ന ചെറിയ 3 അടി കട്ടിലെടുത്ത് വെള്ളം പാർന്ന് അതിന്റെ മേലെ ഒരു പായയും വിരിച്ച് വീട്ടിന്റെ സിറ്റ് ഔട്ടിൽ ഡൈനിങ് ഹാളിൽ നമ്മളെ കിടത്തും. ഈ ലോകത്തുള്ള സർവ്വ അവകാശങ്ങളും നിലച്ച് ഒന്നും അറിയാത്തവനെ പോലെ ഞാൻ ആ വിരിപ്പിന്റെ മുകളിൽ കിടക്കും. പിന്നീട് ആ മയ്യത്തിനെ കാണാൻ വരുന്ന ആളുകളുടെ ബഹളത്തിനിടയിൽ നമ്മളെ വീട്ടിൽ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? ഒന്ന് ചിന്തിച്ചു നോക്കി. മരിച്ചൊരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിയുമ്പോഴേക്കും ആ വീട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? മയ്യത്തങ്ങനെ കിടത്തിയിട്ടുണ്ടാകും. ഭാര്യ അലമുറയിട്ട് അകത്ത് പോയി കട്ടിൽ മക്കിടന്ന് കരയുന്നുണ്ടാകും. നിങ്ങൾ ഇന്നെ വിട്ടുപോയി, ഇന്നേം കൂടി ഇങ്ങക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നോ എന്നുമ്മാര് കരയും. വിവരം കേട്ടുവരുന്ന പെൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ മയ്യത്ത് നോക്കി കണ്ണീരൊലിപ്പിച്ച് ഉമ്മാന്റെ അടുത്ത് പോയി കിടക്കും. ആൺമക്കൾ ഓരോരുത്തരും വാപ്പാന്റെ തലക്കും ഭാഗത്ത് കണ്ണീര് തുടച്ചിരിക്കും. നാട്ടിലുള്ള സർവമാന മനുഷ്യരും ആ മയ്യത്ത് കാണാൻ ആ വീട്ടിലേക്ക് കയറി വരും. ഓരോരുത്തരും മയ്യത്ത് കണ്ട് മാറി നിൽക്കാൻ ഒരുങ്ങുമ്പം ആ നാട്ടിലെ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട 4-5 ആളോ നാട്ടിലെ ചെറുപ്പക്കാരോ വാടകക്കെടുത്തൊരു ഓട്ടോറിക്ഷയിൽ 5-6 താറപ്പായയും 19 കസേരയും ഈ മുറ്റത്ത് കൊണ്ടിടും. പിന്നെ ആ മരിച്ച വീട്ടിൽ നമ്മൾ കേൾക്കുന്നത് എന്താ? താറപ്പായകൾ വലിച്ചു കെട്ടും ഒരുത്തം പറയും, ആ തെങ്ങുമക്ക് കെട്ടിക്കോ, ഒന്നാ പ്ലാവുമക്ക് കെട്ടിക്കോ, ഒന്നാ മനുഷ്യന്റെ ആ ഒരു ശീമക്കൊന്നയിലേക്ക് കെട്ടിക്കോ. ആ ശബ്ദം മാത്രമേ നമ്മളെ വീട്ടിലുണ്ടാകൂ. ഇടയ്ക്കിടയ്ക്കകത്ത് നേങ്ങലടിക്കുന്ന ഭാര്യന്റെ മക്കളെ കരച്ചിൽ, പുറമെ കേൾക്കുന്നത്
ആ താറപ്പായ കെട്ടുന്നവരുടെ തിരക്ക്. പിന്നീട് ആ കസേര നിരത്തിയിടും. ഓരോരുത്തരും കണ്ട് മയ്യത്ത് കണ്ട് ആ കസേരയിലേക്ക് ഇരിക്കും. ഇന്നലെ കണ്ടവൻ പരിഭവം പറയും, ഇന്നലെ ഞാൻ സൗത്ത് കൊടിയത്തൂര് വെച്ച് കണ്ടതാ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ കല്യാണപ്പുരയിൽ ഒരേ മേശമ്മിലിരുന്ന് തമാശ പറഞ്ഞ് തിന്നതാ, ഇന്നലെയും കൂടി ഖുർആൻ ക്ലാസ്സിന് ഞാൻ ഓളപ്പരം പോയതാ. ഓരോരുത്തരും പരിഭവങ്ങളും സങ്കടങ്ങളും നെഞ്ചുപൊട്ടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ മയ്യത്തെടുത്ത ആളുകൾ മറക്കുള്ളിൽ കൊണ്ടുപോകും. അന്നുവരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാര് കുളിപ്പിക്കും, മക്കൾ കുളിപ്പിക്കും. അന്നുവരെ ഒറ്റക്ക് വിസർജ്യം ബാത്റൂമിൽ ടോയ്ലറ്റിൽ കളഞ്ഞ നമ്മളുടെ വയറ് നമ്മൾ ആൺമക്കളോ അല്ലെങ്കിൽ ഉമ്മാൻ്റെത് പെൺമക്കളോ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി ഉമ്മാന്റെ വയറമർത്തി വിസർജിപ്പിക്കും. അറപ്പും വെറുപ്പുമില്ലാതെ വിസർജ്യം വാരിക്കളഞ്ഞ് വൃത്തിയായി കുളിപ്പിക്കും. ശേഷം ആ പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് നാട്ടിലെ മുഴുവൻ ആളുകളും നമ്മളെ മയ്യത്തിന്റെ പിന്നാലെ നിന്ന് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് യാത്രയപ്പുന്ന നമസ്കാരം അത് നിർവഹിച്ചു കൊടുക്കും. പിന്നീട് ആ മയ്യത്തുമെടുത്ത് 6 അടി മണ്ണിന്റെ അടിയിലേക്ക് ചെല്ലും. കുഴിക്കപ്പെട്ട 6 അടി മണ്ണിലേക്ക് അത് ചേർത്ത് കടത്തും. അതിന്റെ മേലെ സ്ലേവിടും. ഒരു മണ്ണിന്റെ തരി പോലും ആ മയ്യത്തിന്റെ മേലെ വീഴാതിരിക്കാൻ ആ സ്ലേവിന്റെ ഏതൊക്കെ ദ്വാരങ്ങളുണ്ടോ സർവ്വദ്വാരങ്ങളും ഇലകളെ കൊണ്ടും പേപ്പറുകളെ കൊണ്ടും അടച്ചു കളയും. എന്നിട്ട് ആ കബറിൽ നിന്നും മുകളിലേക്ക് കയറിയവൻ മണ്ണിടാൻ വേണ്ടി ആളുകൾക്ക് കണ്ണോണ്ടാങ്യം കൊടുക്കുമ്പം കുനിഞ്ഞിരുന്ന് കുടുംബക്കാരും ബന്ധക്കാരും നാട്ടുകാരും 3 പിടി മണ്ണ് നമ്മളെ മയ്യത്തിന്റെ കബറിന്റെ മുകളിലേക്ക് ഇട്ടു തുടങ്ങുമ്പം മയ്യത്തിന്റെ തലഭാഗത്തോ മധ്യഭാഗത്തോ കാൽഭാഗത്തോ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തൻ ആ കബറിന്റെ അരികിലേക്ക് ഒരൽപ്പം ചേർന്ന് നിന്ന് നമുക്ക് നൽകുന്ന അവസാനത്തെ യാത്രയെ ഏറ്റവും ഭംഗിയായി ചൊല്ലിത്തുടങ്ങും. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ, ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ നിന്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളപ്പിച്ച് മടമ്പപ്പിച്ച് നമസ്കരിച്ചിരുന്ന നാട്ടുകാരനാ, ഇന്നലെ വരെ എനിക്ക് ചോറ് വിളമ്പി തന്ന എന്റെ പ്രിയതമയാ, ഇന്നലെ വരെ എന്നോട് നെഞ്ചോട് ആശ്വസിപ്പിച്ച എന്റെ കുടുംബമാ, എന്റെ ബന്ധുവാ. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ അരികിലേക്ക് വരുന്ന ഈ ആത്മാവിന് ഒരു ധൈര്യം നീ കൊടുക്കണേ റബ്ബേ നിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ. കാരണം തറവാട് കൊണ്ടും പണം കൊണ്ടും അധികാരം കൊണ്ടും ദുനിയാവിലെ പവറുള്ളൂ, നമ്മളെ പത്രാസ് കൊണ്ട് ദുനിയാവിലെ പവറുള്ളൂ. 6 അടി മണ്ണിൽ ഒരു മനുഷ്യൻ അള്ളാന്റെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ സബ്ബിതുഹു ഇൻദ സുആൽ, പടച്ച റബ്ബിന്റെ ശക്തി, അവന്റെ കഴിവുണ്ടാവണം, റബ്ബിന്റെ കാരുണ്യം ഉണ്ടാവണം. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, റബ്ബേ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ ഈ ഒരു മയ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാഥ. 6 അടി മണ്ണിലേക്ക് ചേർത്ത് വെച്ച് കബറാളികൾ മണ്ണിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് മലക്കുകൾ വരും, കബറാളിയെ തട്ടി വിളിക്കും. ഞെട്ടി എഴുന്നേറ്റവൻ കബറിന്റെ ഭിത്തിയിലേക്ക് ചാരിയിരിക്കും. ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കടന്നു വന്ന മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം മൻ റബ്ബുക മാ ദീനുക മാ ഹാദർ റസൂൽ മാ ഹാദൽ കിതാബ്. 4 ചോദ്യങ്ങൾക്ക് മുൻപിലും ഉത്തരം കിട്ടാതെ വെപ്രാളപ്പെട്ട് തപ്പിത്തടയുമ്പം ഏയാൻ ആകാശത്തിൽ നിന്ന് പടച്ച റബ്ബിന്റെ കൽപ്പന വരും, കദിപ്ത കള്ളനാണവൻ, അതുകൊണ്ട് നരകത്തിന്റെ ഒരു കവാടം നിങ്ങൾ ആ കബറിലേക്ക് തുറന്നു കൊടുക്കണം എന്ന് പറയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഈ വാപ്പാനെങ്ങി പെടുത്തല്ലേ റബ്ബേ, ഈ ഉമ്മാനെങ്ങി പെടുത്തല്ലേ റബ്ബേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഓരോന്നിനും കൃത്യമായി റബ്ബി അല്ലാഹ് റസൂൽ എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദ് റസൂലുള്ളാഹ് ഇങ്ങനെ ഉത്തരം പറയാനുള്ള കഴിവിങ്ങി കൊടുക്കണേ റബ്ബേ. അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും അല്ലാഹ് കബറിന്റെ 2 ഭാഗം കൂടി അങ്ങോട്ട് ഇടുക്കിക്കളയും. അള്ളാന്റെ ഒരു നടയടിയാണത്. അതറിയിച്ചിട്ടല്ലാതെ ഒരാളെയും പടച്ചോൻ കബറിൽ വിട്ടേക്കൂലെന്നാ. മദീനത്തെ മിമ്പറിൽ വെച്ച് ലോകത്തിന്റെ ഹബീബായ തങ്ങൾ ഇത് പറയുമ്പം അള്ളാന്റെ റസൂലുള്ളാന്റെ കണ്ണു നിറഞ്ഞു, ചുണ്ടു വിതുമ്പി, മുഖമാവ ചുവക്കാൻ തുടങ്ങി. സഹാബാക്കൾ അത്ഭുതത്തോടെ മിമ്പറിന്റെ മുകളിലേക്ക് നോക്കുമ്പം കണ്ട കാഴ്ച, 2 കൈകളും കോർത്ത് പിടിച്ച് അള്ളാന്റെ ഹബീബ് കണ്ണുനീരോടെ പറഞ്ഞു, സഹാബത്തെ ഇതുപോലെ നിങ്ങൾ കബർ കിടക്കുമ്പം പടച്ചറ പിടിക്കിക്കളയും. അന്ന് നിങ്ങളെ വാരിയല് 2ഉം കൂടി ഇതുപോലെ ഇറങ്ങിപ്പോകും. ആ വേദന കൊണ്ട് അവന് കരയും. ആ കരച്ചിലെങ്ങാനും കബറിന്റെ മുകളിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ കെട്ടിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും
പിന്നെ ഒരു മയ്യത്തുമായിട്ടോ കബറിലേക്ക് മറമാടാൻ പോവില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻജംബി, പടച്ചോനെ ആ കബറിലുള്ള സങ്കടം അതിങ്ങി നീക്കിക്കൊടുക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ്. അല്ലാഹുവേ, എല്ലാ പാപങ്ങളും പൊറുത്ത് നിർഭയത്വത്തിന്റെ ഒരു കവാടം, സ്വർഗത്തിന്റെ ഒരു കവാടം അത് ഈ തുറന്നു കൊടുക്കണേ പടച്ചോനെ എന്ന് 10-15 മിനിറ്റ് നേരം എല്ലാവരും മടങ്ങിപ്പോകും. പിന്നെ ആരാ മനുഷ്യരെ എന്തെങ്കിലും കബറും പുറത്ത് വരിക? പിന്നെ ആരാ കബറും പുറത്തേക്ക് പോയത്? കൊടിയത്തൂരും നന്മണ്ടയും സൗത്ത് കൊടിയത്തൂരും ചെറുവാടിയും അപ്രതീക്ഷിതമായ മരണത്തിന്റെ നിരവധി വിറങ്ങലിച്ച കാഴ്ചകൾ കണ്ട് മയ്യത്ത് കണ്ടുപോകുന്ന മുഅ്മിനീങ്ങളെ, പിന്നെ ആരാ ആ കബറിന്റെ അടുത്തേക്കൊന്ന് പോകാറുള്ളത്? ഏത് വക്തിനാ ആ മയ്യത്തിനെ പറ്റി ഒന്ന് ചിന്തിക്കാറുള്ളത്? ആ കബറിൽ കിടക്കുന്നവൻ എങ്ങനെ ജീവിക്കുന്നു എന്ന് പറ്റി ആലോചിക്കാറുണ്ടോ? ഇനി ആ മയ്യത്തിന്റെ ശേഷം നമ്മളെ വീട്ടിൽ നടക്കുന്ന എന്തായിരിക്കും? നിങ്ങൾ വരുന്ന 2ാമത്തെ ദിവസം മരിച്ച് നമ്മളെ വീട്ടിലേക്ക് വന്നു നോക്കുമ്പം ആ വീട് പുറമെ ഹാപ്പയ, അകത്ത് സങ്കടം ഉണ്ടെങ്കിലും പെണ്ണുങ്ങളെ എഴുന്നേറ്റിട്ടില്ല, ഭാര്യമ്മ സങ്കടം തീർന്നിട്ടില്ല. പെൺകുട്ടികളൊക്കെ മക്കളെ വിചാരിച്ചിട്ട് അടുക്കളയിൽ ചെന്ന് അയൽവാസികൾ ഉണ്ടാക്കിയതൊക്കെ അവനാന്റെ മക്കൾക്ക് വിളമ്പിക്കൊടുക്കുന്നുണ്ട്. ആൺമക്കളൊക്കെ സൈഡിലുണ്ട്. മരിച്ചത് ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഉണ്ടാകും വീട്ടിന്റെ മുറ്റത്തൊരു കസേരയിൽ തോർത്തുമുണ്ട് തോളിലിട്ട് ഇടക്കിടക്കൊന്ന് കണ്ണീരും തുടച്ച് അവിടെ ഇരിക്കുന്നുണ്ടാകും. മക്കളെയും കൈ പിടിച്ച് സലാം പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ചായയും കുടിച്ച് പിന്നെ മൂലക്ക് ചെന്നിരുന്ന് ചർച്ച തുടങ്ങും. എന്ത്? മരിച്ചോന്റെ കബറിനെ പറ്റിയിട്ടല്ല, ഇന്നലെ പറഞ്ഞ രാഷ്ട്രീയക്കാരന്റെ നെറികേട്, കുടുംബത്തിലുണ്ടായ കഥകള്, ഒളിച്ചോട്ടം, സിനിമാ കഥകള്, നാട്ടിലെ കളീന്റെ കഥകള് കേട്ടിട്ടില്ലേ? മരിച്ച വീട്ടിൽ താറപ്പായന്റെ ചുവട്ടിലിരുന്നിട്ട് മരിച്ചോന്റെ കബറെങ്ങനെ എന്ന് ചിന്തിക്കാനല്ല കുടുംബക്കാർക്കും നാട്ടുകാർക്കും താല്പര്യം. നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ചു നോക്കൂ. മരിച്ചോന്റെ കുടുംബത്തിലേക്ക് പിന്നെ 2-3 ദിവസം പോകുന്ന ആരാ മരിച്ചോന്റെ കബറ് ചിന്തിക്കാറുള്ളത്? മരിച്ചോൻ ഉപേക്ഷിച്ചു പോയ പെണ്ണിനെ ആശ്വസിപ്പിക്കാനും കുടുംബത്തിനെ പറ്റി ചിന്തിക്കാനും അതിനു നേരല്ലാത്തോൻ ആ പന്തലിന്റെ താഴെ ഇരുന്നിട്ട് ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ചിരിച്ച് കളിച്ച് എഴുന്നേറ്റ് പോകും. 3ാമത്തെ വൈകുന്നേരം അസറിന് പിരിയലാന്നാ പറയാ. ആ പിരിയാൻ നേരത്ത് നാട്ടുകാരൊക്കെ വന്ന് ചായം കുടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബക്കാര് കരഞ്ഞു മതിയാവാത്ത ഭാര്യന്റെ അരികിൽ ചെന്നിട്ട് പറയും, സുലൈഖ, ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ 3 ദിവസമായോളെ, ഞങ്ങൾ പോവുക, വീടൊക്കെ അടച്ചിട്ടതാ, മക്കളെ മദ്രസയൊക്കെ മുടങ്ങിയതാ, സ്കൂളിലും പോയിട്ടില്ല, എത്രാന്ന് വെച്ചാ വെറുതെ അങ്ങനെ ഇവിടെ നിൽക്കുക, ഞങ്ങൾ ഇടക്കിടക്ക് വരാം. ഓരോ കുടുംബക്കാരും സലാം പറഞ്ഞ് പിരിയാൻ തുടങ്ങും. വാടകക്കെടുത്ത സാധനങ്ങൾ അയക്കാൻ വേണ്ടി നാട്ടുകാരൻ വരും. 5 താറപ്പായം വലിച്ചു മടക്കി കസേരയും കയറ്റി ഓന്റെ ഗുഡ്സ് വണ്ടി തിരിച്ചു പോകും. അതിനുള്ള പൈസ ഓൻ ആ കുടുംബത്തിലെ മക്കളോട് വാങ്ങും. അല്ലെ പള്ളി കമ്മിറ്റിന്റെ വകയാണെങ്കിൽ അത് തിരിച്ചുണ്ടോയി പള്ളിയിൽ വെക്കും. അടുത്തൊരു മയ്യത്തിന്റെ വീട്ടിന്റെ മുറ്റത്ത് കെട്ടാനാ താറപ്പായകൾ കാത്തിരിക്കും. 3ാമത്തെ വൈകുന്നേരം കുടുംബം കാലിയാകുമ്പം പിന്നെ ആ വീട്ടില് ഭാര്യ, മക്കള് ഇവരെന്നെ ഉണ്ടാവും. ഒരാഴ്ചയോടും കഴിഞ്ഞാൽ അവർ അഡ്ജസ്റ്റ് ചെയ്യും. ഓഫാക്കിയ പല സ്വിച്ചുകൾ ഓണാക്കും. പല സങ്കടങ്ങളും അവർ വീർപ്പുമുട്ടി മറക്കും. വാപ്പല്ലെങ്കിലും മക്കൾ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങും. അയാളില്ലാതെ ഒരു രാത്രി പോലും എനിക്ക് പറ്റൂലാന്ന് ചിന്തിച്ച പിയ്യാപ്ല, അവളില്ലാതെ ചിന്തിച്ച പിയ്യാപ്ല സാധാരണ മനസ്സിലേക്കെത്തും. ഇനിയൊരു കൊല്ലം കൂടി കഴിഞ്ഞാലോ, പടച്ചോനെ നിങ്ങൾ ഇന്നെ കൊണ്ടോയില്ലല്ലോ, ഇന്നെ കൂടി പരിപ്പിക്കണേ റബ്ബേ എന്ന് മരിച്ച ഭർത്താവിന്റെ മുഖം നോക്കി കരഞ്ഞ ഭാര്യയും, ഓളില്ലാതെ എന്നെ കൊണ്ട് പറ്റൂലട്ടോ എന്ന് കണ്ണീരോടെ പറഞ്ഞ ഭർത്താവിനും അതേ ബെഡിൽ അതേ വീട്ടിൽ പുതിയൊരു ഭർത്താവും ഭാര്യ ഉണ്ടാകും. ഒരു കൊല്ലം തികയുന്നതിൻ്റെ ഇടക്ക്. അത്രയുള്ളൂ മനുഷ്യരെ ഞാനും നിങ്ങളൊക്കെ ദുനിയാവില്. ആ ദുനിയാവിൽ പടച്ചറബ് നീട്ടിത്തരുന്ന ആയുസിന്റെ ഫലം കൊണ്ട് മാത്രം ജീവിക്കുന്ന എനിക്കും നിങ്ങൾക്കും ഈ ഒരു യാത്ര കബറിലേക്ക് ഏത് സെക്കൻഡും ഉണ്ട് എന്ന് തിരിച്ചറിയുമ്പം അള്ളാഹുവിന്റെ മുൻപിൽ റബ്ബിനെ തൃപ്തിപ്പെടുത്താൻ എന്തുണ്ടിൻ്റെയും കയ്യിൽ? ഒരു നല്ല വിശ്വാസം, ഒരു നല്ല കുടുംബം, ഒരു നല്ല സാമ്പത്തികം, ഒരു നല്ല സ്വഭാവം. ഇതിലേതിന്റെ ചോദ്യത്തിനാ അള്ളാഹിനോട് നമ്മൾ സമാധാനത്തോടെ മറുപടി പറയാ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ണീരോടെ ചോദിച്ചൊരു ചോദ്യം അതാ, എന്റെ റബ്ബ് ചോദിക്കുന്ന ഏത് ചോദ്യത്തിനാ എനിക്ക് ഉത്തരം നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത എന്നെ വെപ്രാളപ്പെടുത്തുന്നു. നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാന്റെ ഏത് ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടാതായി പോവാന്ന്? ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സ്വഹാബി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ബഖീഉൽ അർഖദിൽ കൊണ്ടുവച്ച് മറമാടി. എന്നിട്ട് മദീനത്തെ പള്ളിയിൽ വന്നിരിക്കുന്ന റസൂലുള്ളാന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, റസൂലേ എന്തിനാ നിങ്ങൾ കരയുന്നത്? ആ സ്വഹാബിയുടെ മരണം ആലോചിച്ചിട്ടാണോ?
റസൂലുള്ള പറഞ്ഞു, അല്ല. പിന്നെന്തിനാ നബിയെ നിങ്ങൾ കരഞ്ഞ്? ആ ഖബർ പറമ്പിലേക്ക് വിരൽ ചൂണ്ടി ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത്തഖൂ അദാബൽ ഖബർ. നിങ്ങൾ ആ ഖബറിനെ ഭയപ്പെടണം, നിങ്ങൾ ആ ഖബറിനെ സൂക്ഷിക്കണം. ഒരാളും തുണയില്ലാത്ത, ഒരാളും സപ്പോർട്ട് ചെയ്യാത്ത, ഒരാളും ആശ്വാസത്തിന്റെ വാക്ക് പറയാത്ത, സർവരും സ്വന്തം കാര്യം മാത്രം നോക്കി ഓടുന്ന ആ ഖബർ എന്ന ലോകത്തെ നിങ്ങൾ ഭയപ്പെടണേ ഉമ്മത്തെ. ആ ഖബറിലും പടച്ചോന്റെ മഹ്ശറയിലും നമ്മൾ ഏറ്റവും കൂടുതൽ തോറ്റുപോകുന്ന ഒരു ചോദ്യം ഏത് എന്ന ചോദ്യത്തിന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതവരുടെ കുടുംബമായിരിക്കും. കുടുംബത്തിന്റെ ചോദ്യത്തിലായിരിക്കും എൻ്റെ ഉമ്മത്ത് കൂടുതലും തോറ്റുപോകുക. എൻ്റെ ഉമ്മത്ത് നമസ്കാരം ക്ലിയറാക്കും, അവര് നോമ്പ് നോൽക്കും, അവര് സക്കാത്ത് കൊടുക്കും, അവര് ഹജ്ജ് ചെയ്യും. പക്ഷേ അവരുടെ കുടുംബത്തിൽ, ആ കുടുംബം പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ അവകാശികളാക്കുന്നതിൽ അവര് പരാജയപ്പെടും. ആ വാക്ക് അർത്ഥവത്താക്കുന്ന രീതിയിലാ ഇന്ന് നമ്മളിൽ പലരുടെയും ജീവിതം. നാട്ടിലെ പള്ളിയിൽ ഒന്നാമത്തെ സഫിലാക്കാക്കണ്ട്, പക്ഷെ കുടുംബക്കാരേറ്റ് പണക്കില്ല. നാട്ടിലെ ഏത് ഇസ്ലാഹി പ്രവർത്തനത്തിന്റെ മുൻപിലും നാട്ടിലെ ഖുർആൻ ക്ലാസ്സിനും ആ താത്തണ്ട്, പക്ഷേ മോൻ കെട്ടിയ വീട്ടുകാരിയായിട്ട് പണക്കില്ല. നിസ്കാരവും നോമ്പും ഒക്കെ എല്ലാവർക്കും ക്ലിയറാ, ഹജ്ജും ഉംറക്കും ഒക്കെ എല്ലാവരും പരക്കം പായുന്നുണ്ട്. പക്ഷേ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ആ ബന്ധങ്ങളുടെ അലോഗ്യവും ഇന്ന് പല കുടുംബത്തിലും സർവ്വസാധാരണയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നൽകുന്ന ഓരോ ബന്ധങ്ങളുടെ പവിത്രത പോലും തിരിച്ചറിയാനാവാതെ വാപ്പാനെയും ഉമ്മാനെയും വെറുക്കുന്ന മക്കൾ ഒരു ഭാഗത്ത്, മക്കളിൽ വേർതിരിവ് കാണിക്കുന്ന മാതാപിതാക്കൾ മറുഭാഗത്ത്, കെട്ടിയ പെണ്ണിനെ അടിമയായി കാണുന്ന ഭർത്താക്കന്മാരൊരു ഭാഗത്ത്, ജീവിതം കുടുംബം കൊണ്ടടക്കാൻ വേണ്ടി ജീവനു തുല്യം കുടുംബത്തെ സ്നേഹിച്ചത് ഒരു കഴുതയെ പോലെ ഭാരം വഹിക്കുന്ന കെട്ടിയോനെ മറന്ന് കൊട്ടേഷൻ കൊടുത്ത് അവിഹിതം ഉണ്ടാക്കുന്ന ഭാര്യമാര് മറുഭാഗത്ത്, ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ചിട്ടും അവസാനം വൃദ്ധസദനങ്ങളിലേക്കും നോക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്കും തള്ളപ്പെടുന്ന കുടുംബങ്ങൾ. ഒരയൽപ്പക്ക ബന്ധങ്ങൾ പോലും മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പലരെ കൊണ്ടും സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്നതാ ഓരോ ബന്ധങ്ങളും. ഞാൻ ഏത് കുടുംബത്തിൽ ജനിക്കണമെന്ന് എൻ്റെ റബ്ബ് തീരുമാനിച്ചതാ. അതെന്റെ പവർ നോക്കിയിട്ടല്ല. അള്ളാഹു തന്നെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്. ഇക്കഴിഞ്ഞ വേൾഡ് കപ്പിൽ ലോകം ഉറ്റുനോക്കുന്ന ഒരു സെക്കൻഡിൽ ഖത്തർ എന്ന മഹാരാജ്യം ലോകത്താകമാനം വിശദീകരിച്ചൊരു വചനം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, അള്ളാഹു നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും മാത്രമാ സൃഷ്ടിച്ചത്. പണക്കാരന് രണ്ടു വാപ്പയും പാവപ്പെട്ടവൻ ഒരു വാപ്പയും എന്ന അർത്ഥത്തിലല്ല, കറുത്തവൻ ഒരു വാപ്പയും വെളുത്തവന് രണ്ട് വാപ്പയും എന്ന അർത്ഥത്തിലല്ല. കറുത്തവനാവട്ടെ വെളുത്തവനാവട്ടെ, ദാരിദ്ര്യമുള്ളവനാവട്ടെ പണക്കാരനാവട്ടെ, എല്ലാവർക്കും ഒരു വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളൂ. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. അതുകൊണ്ട് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചു. പക്ഷേ സൃഷ്ടിച്ചത് വ്യത്യസ്ത കുടുംബത്തിലായിപ്പോയി എന്ന് മാത്രം. പൊരവലുപ്പമുള്ള കുടുംബത്തിൽ ഒരുത്തനും പൊരവലുപ്പമില്ലാത്ത മറ്റൊരു കുടുംബത്തിൽ മറ്റൊരുത്തനും, കറുത്തവനായിട്ടൊരുത്തനും വെളുത്തവനായിട്ടൊരുത്തനും. എന്തിന്? അള്ളാന്റെ അനീതിയല്ല, മറിച്ച് വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു. വ്യത്യസ്ത ഗോത്രത്തിലും കുടുംബത്തിലും പടച്ച റബ്ബ് നിങ്ങളെ സൃഷ്ടിച്ചത് പണക്കാരൊക്കെ പണത്തിന്റെ ഹുങ്ക് കാണിച്ച് ജീവിക്കാനും പാവപ്പെട്ടവനൊക്കെ പണക്കാരന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കാനും എന്ന അർത്ഥത്തിൽ ചിന്തിക്കല്ലേ. മറിച്ച് അള്ളാഹു അങ്ങനെയാക്കാനുള്ള കാരണം ലിതആറഫു, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ, അറിയാൻ, തിരിച്ചറിവോടെ പെരുമാറാൻ. അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ സൗഭാഗ്യം കിട്ടിയതെന്ന് ചിന്തിക്കാൻ, എന്റെ തൊലി വെളുത്തതും അവന്റെ തൊലി കറുപ്പിച്ചതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ, എന്നെ വാപ്പാന്റെ മകനാക്കിയതും അല്ലെങ്കിൽ റോഡ് സൈഡിൽ കൽപ്പണിയെടുക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ മക്കളാക്കിയതും റബ്ബാണെന്ന് ബോധ്യപ്പെടാൻ, അവനവന്റെ ഉമ്മാനെ അല്ലെങ്കിൽ ആ ഭർത്താവ് ബന്ധപ്പെട്ടതുപോലെ എന്റെ വാപ്പയും ഉമ്മയും ബന്ധപ്പെട്ടിട്ട് തന്നെയാ ഞാൻ ഉണ്ടായതെന്ന് ചിന്തിക്കാൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അവരിൽ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവർ അള്ളാഹ് നൽകുന്ന ബന്ധങ്ങളെ അതിന്റെ പവിത്രതയോടുകൂടി സ്നേഹിച്ചു കൊണ്ടടക്കുന്നവരാ.